നമസ്തേ. ടി.ജി. മോഹൻദാസ് എന്ന ആർ.എസ്.എസ് സൈദ്ധാന്തികനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അദ്ദേഹത്തെ എല്ലാവരും അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പല പോസ്റ്റുകളുമൊക്കെ ഞാൻ കണ്ടതാണ്. അദ്ദേഹം എന്താണ് ഇനി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്നുള്ളതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അദ്ദേഹം പറഞ്ഞ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ആ ഒരു നിലപാട് എന്ന് പറയുന്നത് അത് ഈ സമയത്ത് പറയേണ്ടതാണോ അല്ലെങ്കിൽ ആ സ്ത്രീ വിരുദ്ധ നിലപാടാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഞാൻ പെട്ടെന്ന് ഈ ഒരു പ്രസ്താവനയെല്ലാം വന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പെറ്റീഷൻ പോയിട്ടുണ്ട്. സൈബർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ പല വീഡിയോയിലും ഒക്കെ പറയുന്നത് കേട്ടു അദ്ദേഹം ഇനി പുറം ലോകം കാണില്ല, അദ്ദേഹം വീഡിയോ ഒന്നും കാണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓ, ഈ വയസ്സാം കാലത്ത് ഇനിയിപ്പോ ടി.ജി. എന്ന് പറയുന്ന ആർ.എസ്.എസിന് വേണ്ടി ഇതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം, ആ ഒരു കൺസേൺ എനിക്കുണ്ടായിട്ടോ. ഈ വയസ്സാം കാലത്തൊക്കെ പോയി ജയിലിൽ കിടക്കേണ്ടി വരുമല്ലോ. ഇനിയിപ്പോ അദ്ദേഹം പത്രിക ഇറക്കാൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ചാനലാണ് പത്രിക. അപ്പോ പത്രിക ഇറക്കാനൊക്കെ എന്ത് ചെയ്യും? ഇതുവരെ വീഡിയോ ഒന്നും കണ്ടില്ല എന്നുള്ള കമന്റ് വരെ ഈ സംഭവം ഉണ്ടായി പിറ്റേ ദിവസം ഞാൻ കാണുകയും ഒക്കെ ചെയ്തു. ഞാൻ പിന്നീട് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോ ഇത്രയും ദിവസവും അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പോലും പോകാതിരുന്നിട്ടില്ല. അദ്ദേഹം അത് സ്മൂത്ത് ആയിട്ട് ഇറക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അദ്ദേഹം എന്തുകൊണ്ടാണ് പേടിക്കാതിരുന്നത് എന്നുള്ളൊരു ചിന്തയും എനിക്ക് പോയി. കാരണം ഇത്രയും വലിയ വിഷയം, സ്ത്രീവിരുദ്ധമായിട്ടുള്ള വിഷയമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നേതാവോ സൈദ്ധാന്തികനോ എന്തായാലും ഒരു വ്യക്തിയാണല്ലോ. നമുക്ക് അദ്ദേഹത്തെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ എടുക്കാം. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് അറസ്റ്റ് കൈവരിക്കാതിരിക്കുന്നത്? അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ചില ഫോട്ടോസ് ഒക്കെ വരുന്നത്. അപ്പൊ ഞാൻ വെച്ചു, ഓ, ഇവരെല്ലാവരും ഉയർത്തിയിട്ടുള്ള പ്രതിഷേധം അങ്ങ് ശരിയായി എന്നൊക്കെ. അപ്പോ നോക്കുമ്പോ പിറ്റേ ദിവസവും അദ്ദേഹത്തിന്റെ വീഡിയോ വരുന്നുണ്ട്. ഈ അറസ്റ്റിന്റെ ഫോട്ടോ വന്നതിന് ശേഷവും ഒക്കെ അദ്ദേഹത്തിന്റെ വീഡിയോ വരുന്നുണ്ട്. നോക്കൂ, അദ്ദേഹം ചെയ്തതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ ചില കാര്യങ്ങളിലൂടെ ഒന്ന് പെട്ടെന്ന് എന്റെ മനസ്സ് ഇങ്ങനെ ഓടിപ്പോയത്. ചില പ്രസ്താവനകളൊക്കെയാണ് കേട്ടോ. അത് അത് ടി.ജി. പറഞ്ഞ അത്രയും മോശമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയാം അത്. അതങ്ങ് നമ്മുടെ നായനാർ സഖാവിന്റെ കാലം മുതലാണ്. പെണ്ണുണ്ടെങ്കിൽ പീഡനം ഉണ്ടാവില്ലടോ അവിടെ എന്ന് ചോദിച്ച നായനാർ സഖാവ്. അതൊരിക്കലും അത് സ്ത്രീ വിരുദ്ധമായിരുന്നില്ല. മറ്റൊന്ന്, നമ്മുടെ സമര സഖാവ് വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹം, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സിന്ധു ജോയി കോൺഗ്രസിലേക്ക് പോയ സമയം. അപ്പോ അദ്ദേഹം പറഞ്ഞത് അവരെ അഭിസാരിക എന്ന് സംബോധന ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് എന്റെ ഒരു ബോധ്യം. തെറ്റാണെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ്. അതിനുശേഷം മറ്റൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നത് എന്തായിരുന്നു എന്നറിയാമോ? ലതിക സുഭാഷ് എന്ന് പറയുന്ന നേതാവിനെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോ അവര് 2011 നടന്ന സംഭവമാണ് കേട്ടോ ഇത്. വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. അപ്പൊ അന്ന് പറഞ്ഞു, ലതിക സുഭാഷ് വളരെ പ്രശസ്തയാണ്, പക്ഷെ ആ പ്രശസ്തി ഏത് തരത്തിലാണ് എന്നൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. ശരിയാണ്, അദ്ദേഹം വളരെ നല്ല മനസ്സോടു കൂടിയാണ് അത് പറഞ്ഞത്. അതൊരിക്കലും സ്ത്രീ വിരുദ്ധമല്ല എന്നുള്ളത് നമുക്കറിയാം. ചിലരൊക്കെ ഇങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ഇത്തരം കാര്യങ്ങളെ വളച്ചൊടിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇതിനുശേഷം നമ്മുടെ മണിയാശാൻ, അദ്ദേഹം ഇല്ലാതെ എന്ത് എന്ന് പറയുന്ന അവസ്ഥ. തോട്ടം തൊഴിലാളി സമരത്തിൽ പങ്കെടുത്ത പെമ്പിളை ഒരുമൈ സമരം, അതിൽ പങ്കെടുത്തവരെ മുഴുവനും മറ്റേ പണിക്കാണ് പോകുന്നത് എന്നാണ് പറഞ്ഞത്. അത് ഈ മറ്റേ പണി എന്ന് പറഞ്ഞതാണ് പ്രശ്നമായത്. ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ഈ ഇന്നർ മീനിങ് എന്ന് പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗം ഉണ്ടല്ലോ. മണിയാശാൻ ഉദ്ദേശിച്ചത് അതൊന്നും അല്ല. ഈ പ്രബുദ്ധരായിട്ടുള്ള കേരളം ചിന്തിച്ചതിന്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്കതിനെ തോന്നിയത്. പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ മറ്റൊരു സമരസഖാവ് ഉണ്ടായിരുന്നു, പി.എം. മാർഷോ.
ആഷോയൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലെ? ആഷോയൊക്കെ മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കേരളം, എന്ത് വിപ്ലവ വീര്യം. അപ്പൊ ആഷോ ആ ഒരു പ്രശ്നത്തിനിടെ, സമരത്തിനിടെ അടിയുണ്ടാകുന്നു. അതിനിടയിൽ AIYF നേതാവിനോട് പറയുന്നു, കൂടുതൽ കളിച്ചാൽ നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് പറയുന്നു. അപ്പൊ അത് ആർഷോയാണ് പറഞ്ഞത്. തന്തയില്ലാത്ത കൊച്ച് എന്ന് പറയുമ്പോൾ തന്ത എന്നുള്ള പ്രയോഗം ആയിരിക്കണം പ്രശ്നമായിട്ടുണ്ടാവുക. അച്ഛൻ എന്നുള്ള ശരിയായ, നമ്മൾ പറയാം, സംസ്കരിക്കപ്പെട്ട ആ പദം ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അവിടെ ഒരു ചെറിയ പ്രശ്നം വന്നതായിട്ടാണ്. പക്ഷെ അതിനെ നമുക്ക് സ്ത്രീവിരുദ്ധമായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ രമ്യ ഹരിദാസ് പാട്ട് പാടുന്ന, അതെ, നമ്മുടെ സ്വന്തം രമ്യ ഹരിദാസ് ആണ്. അപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണാൻ എത്തിയ സമയത്ത് വിജയരാഘവൻ എന്ന് പറയുന്ന സഖാവാണ്. സഖാവ് പറഞ്ഞു, കാണാനെത്തിയത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആണ്, പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു എന്ന് നമ്മൾ അങ്ങ് സങ്കല്പിച്ചതാണ്. നമ്മുടെ പ്രശ്നമാണ്. അതിലും സ്ത്രീവിരുദ്ധതയൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോ ഇത്രയൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അല്ല, ഇവരൊന്നും പറഞ്ഞത് സ്ത്രീവിരുദ്ധതയല്ലല്ലോ, TG പറഞ്ഞതാണല്ലോ സ്ത്രീവിരുദ്ധത. അപ്പോഴും എന്റെ മനസ്സ്, അല്ലെങ്കിൽ എന്റെ കണ്ണ് അവിടെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി കേട്ടോ. ആ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റ് നടക്കുന്നിടത്തെ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയി. അപ്പൊ അവിടെ ഞാൻ കണ്ടത്, നമ്മുടെ മോദി, അങ്ങനെ പറയാൻ പാടുള്ളൂ, മോദിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബഹുമാനമായി പോയാലോ എന്നുള്ളതാണ്. ഇനി പോട്ടെ, എന്തായാലും മോദിജി, പ്രധാനമന്ത്രി മോദിക്ക് കമ്മലിട്ട്, ബ്രായിട്ട്, മുടിയൊക്കെ വരച്ച്, അങ്ങനെയുള്ള ഫ്ലെക്സ് അല്ല, പ്ലക്കാർഡുകളൊക്കെ വെച്ചിട്ട് വലിയ പ്രതിഷേധം. അതും പ്രതിഷേധിക്കുന്നത് ആരാണെന്ന് അറിയാമോ? പെൺകുട്ടികളാണ്, ജൻസികളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, മോദി ജി ഇനിയിപ്പോ എങ്ങാനും ഇവരോട് പറഞ്ഞതാണ്, ഇവർക്ക് ഇനി മാറിപ്പോയതാണോ? മോദി ആരാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ, ഒരു പുരുഷനാണ് എന്തായാലും. അദ്ദേഹത്തെ ഈ ബ്രായൊക്കെ ഇടിയിപ്പിച്ച്, ഇത്തരത്തിൽ മുടിയൊക്കെ ഇട്ട് ബീവി പുറത്തു വരാനായിട്ട് പേടിയാണ്, എന്താണെന്ന് അറിയാമോ പറഞ്ഞിട്ടുള്ളതൊക്കെ? സ്ത്രീയായിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ സ്ത്രീയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് ഒരു കുറവാണോ എന്നുള്ളത് അന്നേരം എനിക്കൊരു സംശയം തോന്നിപ്പോയി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീവിരുദ്ധത ആരാണ് പറയുന്നത്? അവിടെ കൂടിയ ജെൻസികളായിട്ടുള്ള സ്ത്രീകളാണോ? ഏറ്റവും ഒടുവിൽ നമ്മൾ രുചിക സിംഗ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വന്നിട്ട് മോദിയെയും മെലോണിയെയും കുറിച്ചൊക്കെ അവാ തുറക്കാൻ പറ്റില്ല. എനിക്കത് നിങ്ങളോട് പറയാൻ പറ്റില്ല, നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ അത്രയ്ക്കും ഞെട്ടുന്ന തരത്തിലൊക്കെ പറയുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള എനിക്ക് തോന്നുന്നു നല്ല നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ച്, അതായത് സ്ത്രീയുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന സകല ലൈംഗിക ചുവയുമുള്ള, നമ്മൾക്കൊക്കെ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സാക്ഷാൽ പ്രധാനമന്ത്രിയെ പറയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇവരൊക്കെ ഇത്രയും മുന്നേറ്റം നടത്തി കഴിഞ്ഞല്ലോന്ന്, വാക്കുകളില്, പ്രവർത്തികളിലൊക്കെ. ആ സമരവീര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറണം. അപ്പൊ അതൊന്നും സ്ത്രീവിരുദ്ധത അല്ല കേട്ടോ. ഒരു സ്ത്രീയെ പറ്റി, അതിപ്പോ വേറെ നാട്ടിലെ ഇറ്റലിയിലെ PM ആണല്ലോ മെലോണി എന്ന് പറയുന്നത്. അവിടെ മെലോണിയെ കാണാൻ പോയി മോദി അവിടെ പോകേണ്ടി വന്നതുകൊണ്ട് മെലോണിയെ കണ്ടു, അത് സാഹചര്യമാണ്. പക്ഷെ അങ്ങനെ കാണുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കണ്ടേ, ഈ 10-75 വയസ്സുള്ള പ്രധാനമന്ത്രി മെലോണിയെ കണ്ട് മെലഡിയും കൊടുത്തു വരുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. അത് കൊടുത്തതാണല്ലോ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. അപ്പൊ പറയാണ്, മെലോണിക്ക് ദൂത് പിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ, വളരെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. നമുക്കത് അശ്ലീലമായി തോന്നുന്നതും, അത് നമുക്ക് സ്ത്രീവിരുദ്ധമായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ തോന്നുന്നവർക്കൊന്നും പുരോഗമനം കൈവരാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നും. പിന്നെ മറ്റൊരു വീഡിയോ ഞാൻ കണ്ടത്, അത് അതിലും രസകരമാണ്. ഇത് ഈ സമയത്ത് പറയേണ്ടതല്ല, പക്ഷെ പറഞ്ഞു പോകാം. മോദിയുടെ ചിത്രം വരയ്ക്കുന്നു, എന്നിട്ട് അതിൽ മോദിയെ
ഓറലി സെക്സ് ചെയ്യുന്ന രീതിയിൽ, അല്ലെ, നമ്മൾ പറഞ്ഞ അങ്ങനെയാണ്, അദ്ദേഹത്തെ ഗാങ് റേപ്പ് ആ ഒരു രീതിയിലേക്ക് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ വന്നു. അപ്പൊ ഇവർക്ക് ഇതൊക്കെ ചെയ്ത് വളരെ ശീലമുള്ളത് പോലെയാണ് ഇവരൊക്കെ ഇത് കാണിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, നിരത്തില് അദ്ദേഹത്തിന്റെ ചിത്രം വരച്ച് അതിലാണ് ഈ കാണിക്കുന്ന അഭ്യാസം എന്നുള്ളതാണ്. അതിനുശേഷവും നമ്മൾ കണ്ടു വായെടുത്താൽ പച്ചത്തെറി പറയുന്ന സമര സഖാക്കളെ, നീറ്റ് പ്രക്ഷോഭകാരികളെ നമ്മൾ കണ്ടു. പക്ഷെ അവരെല്ലാം ഉപയോഗിച്ചിട്ടുള്ളതും സ്ത്രീകളെ വെച്ചിട്ടാണ്. ഈ സ്ത്രീകളെ വെച്ച് പറഞ്ഞതിൽ ഒരു പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്, പ്രധാനമന്ത്രിക്കോ പീരീഡ്സ് ഹോ രഹാ ഹെ, അതുകൊണ്ട് അദ്ദേഹം ബാഹർ നെഹി നിക്കൽത്ത, ബാഹർ നിക്കൽത്ത തോ പ്രഗ്നന്റ് ഹോ ജായേഗ. അപ്പൊ ഒരു പീരീഡ്സ് ആവുക ആ ഒരു സ്ത്രീക്ക്, അതിനുശേഷം അവർ പ്രഗ്നന്റ് ആവുക എന്നൊക്കെ പറയുന്നത് ഒരു കുറവായിട്ടാണോ ഈ സ്ത്രീജനങ്ങളൊക്കെ കണ്ടത്? അപ്പൊ ഈ പറയുന്ന തെറ്റിപ്പോയതാണോ? എനിക്ക് മനസ്സിലായില്ല. അവർക്ക് പുരോഗമനം കൂടിയതും എനിക്ക് പുരോഗമനം കുറഞ്ഞത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് സ്ത്രീ വിരുദ്ധത എന്നുള്ളത്, സ്ത്രീകൾ തന്നെ പറയുന്ന സ്ത്രീ വിരുദ്ധ എന്ന് പറയുന്നതൊന്നും നമ്മുടെ മാധ്യമങ്ങളൊന്നും കാണാതെ പോയതാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന എനിക്ക് വിവരക്കേട് കൊണ്ട് തോന്നിയതാണോ എന്നെനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇതിനിടയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വന്നിട്ട് സിബ് അഴിച്ചിട്ട് കാണിക്കുക, അതിനിടയിൽ നിന്ന് കോണ്ടം പോലുള്ള കാര്യങ്ങളുടെ ദൃശ്യങ്ങൾ കിട്ടുക. അപ്പൊ ഇവിടെ പ്രക്ഷോഭത്തിന് വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുവരണമോ? അവിടെ ഒരു നിലയില്ലാ കയത്തിലെ പോലെ തുള്ളിക്കളിക്കണോ? ഇതൊക്കെയാണ് ഒരുപക്ഷെ ഇവരൊക്കെ വിചാരിക്കുന്ന സ്ത്രീ പുരോഗമനം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതൊരു കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് എല്ലാവരും പറഞ്ഞ ഒരു വാക്ക്, പൊതുവായിട്ട് അവിടെ ഉപയോഗിച്ച ഒരു വാക്ക് എന്ന് പറയുന്നത്, മോദിയുടെ കൂടെ പേരിന്റെ കൂടെ എഫ് തുടങ്ങി കെയിൽ അവസാനിക്കുന്ന ഒരു വലിയ പദമാണ്. ഈ പദം ഉപയോഗിക്കുന്നവരൊക്കെ വളരെ പുരോഗമന ചിന്താഗതിക്കാരാണ്. ഈ പറയുന്നതൊക്കെ സ്ത്രീകളാണ്. അപ്പൊ അതിനെ ഒരു സ്ത്രീയുമായി ചേർത്ത് പറയാവുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും സ്ത്രീവിരുദ്ധമല്ല, അതും സ്ത്രീകൾ പറയുന്ന സ്ത്രീവിരുദ്ധമല്ല. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോഴാണ് സത്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ടി ജിയുടെ ചാനലിൽ ടി ജി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നവർ ഇത്തരത്തിൽ ഉള്ളവരാണോ എന്നുള്ളതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിന് പുരോഗമനം കുറവായതുകൊണ്ടും ഒക്കെ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അവിടെ ഞാൻ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി മോദിയെ കുറിച്ച് ഈ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള വളരെ കടുകട്ടിയാർത്തിട്ടുള്ള വാക്കുകളും അതിനനുസരിച്ച് അവിടെ കാണിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുടെ ദൃശ്യങ്ങളുമൊക്കെ നമ്മുടെ മാധ്യമങ്ങളുമൊക്കെ മനഃപൂർവ്വമായിട്ട് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തത് ഈ വയസ്സായ ആളുകൾക്കൊക്കെ ഇതിന്റെ പുരോഗമന ചിന്ത ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവർക്ക് അവിടെ നടന്നിട്ടുള്ള ആ ഒരു വിഷയത്തെ സ്ത്രീവിരുദ്ധമായിട്ട് തോന്നാതിരുന്നതും എന്ന് എനിക്ക് തോന്നി. അപ്പൊ വിഷയവും തെറ്റുമൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ടി ജിയെ പോലുള്ള RSS സൈദ്ധാന്തികന്റെ ഭാഗത്താണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ടി ജി ഒരിക്കലും ആ ഒരു സാഹചര്യത്തിൽ അത് പറയരുതായിരുന്നു എന്നുള്ളതാണ്. ഇവരെങ്ങനെ എടുക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞുപോയ ഞാൻ മുന്നേ സൂചിപ്പിച്ചിട്ടുള്ള ഒരു വിഷയങ്ങളും സ്ത്രീ വിരുദ്ധമായിട്ടുള്ളതല്ല. ടി ജി പറഞ്ഞിട്ടുള്ളത് മാത്രമാണ് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഒരു കാര്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയാം, അതായത് ആ ഒരു സെന്റൻസിന് മുമ്പ് എന്ത് പറഞ്ഞു ശേഷം എന്ത് പറഞ്ഞു എന്നുള്ളത് ടി ജിയെ പോലുള്ള RSSുമായി, പ്രത്യേകിച്ചും RSSും BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പറയുന്ന ആ ഒരു പോയിന്റ് മാത്രമാണ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ടാവുക. അപ്പൊ ഇതൊക്കെ ഇവര് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. അവിടെ ടി ജിക്ക് പിഴച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിലുള്ള നിലപാടൊന്നും പറയരുതായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ സമയം കത്തി നിൽക്കുന്ന സമയമാണ്.
പദങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. ടി ജിയെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ടി ജിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത് എന്നെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അദ്ദേഹം വളരെ കൂളായിട്ട് അവിടെ പത്രികയിൽ വന്നിട്ട് വീഡിയോ ചെയ്യുന്നതും അതിനുശേഷം അദ്ദേഹം പല ചാനലുകൾക്കും ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളതും. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ പലരും മെഴുകുന്നത് കണ്ടു. ഈ പറഞ്ഞ ചില ഇൻസിഡൻസ് ഉണ്ടല്ലോ, ഈ രുചിക സിംഗ് ഉൾപ്പെടെയുള്ളവർ വന്നിട്ട്, നമ്മുടെ ഇവിടുത്തെ ജാൻമണി ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് മാപ്പ് പറയുന്നതായിട്ട് കണ്ടു. പക്ഷേ ഞാൻ ഇങ്ങനെ പരതി നോക്കി സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഒരു മാപ്പപേക്ഷ ടി ജിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടോ എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം പറഞ്ഞത് എന്തിനെ കുറിച്ചാണെന്നും എന്ത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞത് എന്നുള്ളതും അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇനി RSS അദ്ദേഹത്തെ സംരക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചാൽ, അതായത് സംരക്ഷിച്ചില്ലല്ലോ എന്നുള്ളത് ചോദിച്ചാൽ, RSS ഈ ഒരു കാര്യം അദ്ദേഹത്തെ തള്ളിപ്പറയുന്നു എന്നുള്ള ഒരു കാര്യം അദ്ദേഹവുമായി സംസാരിക്കാതെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഇന്ന് ഇവിടെ RSSന്റെ ഭാഗത്ത് നിന്നോ BJPയുടെ ഭാഗത്ത് നിന്നോ ഒരു നേതാക്കൾ പോലും ടി ജിക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതും എന്നെ ഞെട്ടിച്ചു. BJP ഇവിടെ പച്ച പിടിക്കുന്നതിനൊക്കെ മുമ്പ് ഇന്ന് പലരും വന്നിട്ട് BJP ആണ്, RSS ആണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഗീർവാണം മുഴക്കിക്കൊണ്ട് വീഡിയോയും പോസ്റ്റുകളും ഒക്കെ തള്ളുമ്പോഴും ഇതിനെ കളമൊരുക്കിയതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് TG മോഹൻദാസ് എന്ന് പറയുന്ന സൈദ്ധാന്തികൻ തന്നെയാണ് എന്നുള്ളത് ഞാൻ കരുതുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് പേരുടെ പ്രവർത്തന ഫലമുണ്ട്, അധ്വാന ഫലമുണ്ട്. ഇന്ന് ഇവിടെ നിന്ന് ഞാൻ RSS ആണ്, BJP ആണ്, അതിന്റെ മേന്മയും മഹത്വവും ഒക്കെ പറയുന്നവർക്ക് ഈ ഒരു അടിത്തറ പാകി കൊടുത്തത് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ്. ആ RSSൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം തന്നെയാണ് ഇന്നും പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും അദ്ദേഹത്തിന് ഒരു പിന്നോട്ട് ഒരടി പോലും വെക്കേണ്ടി വരാത്ത ആ ഒരു നിശ്ചയദാർഢ്യം എന്നുകൂടി ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ പറഞ്ഞു വന്നത് ടി ജി ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കുറച്ച് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. പിന്നെ വെടിവയ്പ്പിന്റെ സമരമാർഗങ്ങളുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിക്കുമ്പോൾ മുത്തങ്ങ മുതൽ ഇങ്ങോട്ടേക്ക്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ മുതൽ ഇങ്ങോട്ടേക്ക് നമ്മുടെ രാജ്യത്ത് എന്താണ് നടന്നത് എന്നുള്ളത് കൂടി ഒന്ന് ഈ പറയുന്ന ജൻസികളും ആളുകളും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒക്കെ ചിന്തിക്കേണ്ടതും ഏറെ അത്യാവശ്യമാണ്. വീഡിയോ കുറച്ച് നീണ്ടുപോയി എന്നുള്ളത് എനിക്കറിയാം. അപ്പോ ഇനി ടി ജി എന്തു ചെയ്യും? പഞ്ചപുച്ഛമടക്കി ഇവർക്കൊക്കെ മുമ്പിൽ നിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ടി ജി ചെയ്ത ഈ ഒരു പ്രസ്താവന ഈ സാഹചര്യത്തിൽ ഒരിക്കലും വേണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ചേർത്ത് വെച്ച പ്രസ്താവനകളും സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നു പോയതാണ്. ഒരു കാര്യം പറയാൻ വിട്ടു, അതുകൂടി പറഞ്ഞു പോകണം. ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നുണ്ടല്ലോ, സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുകയും അതിനനുസരിച്ച് നായകന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തുള്ളുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒക്കെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പല സിനിമകളും ഇവിടെ വരികയും അതൊക്കെ വിജയിക്കുകയും അതിനൊക്കെ കൈയടിക്കുകയും ചെയ്തിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് ഇവിടെയുള്ളത്. അവരുടെയൊക്കെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളവരാണ് ഇവിടെയുള്ളത്. അപ്പോ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് ഒരാൾ പറയുമ്പോൾ മാത്രമല്ല ഉണർന്നു വരേണ്ടത്, അത് എല്ലാവരും പറയുമ്പോൾ ഉണർന്നു വരേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഈ സമയത്ത് ടി ജിയെ അപമാനിച്ചുകൊണ്ട് വിനായകൻ എന്ന് പറഞ്ഞ നടൻ വന്നിരുന്നു. വിനായകൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രസിദ്ധമാണ്. എനിക്ക് സെക്സ് വേണമെങ്കിൽ ഞാൻ അത് ചോദിക്കും, ഞാൻ അവരുടെ കൺസെന്റോട് കൂടിയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് പറഞ്ഞ വിനായകൻ ടി ജിയെ പറയുമ്പോൾ, അതിനെതിരെ ആർക്കും ആത്മരോഷം ഉയരാത്തതും ടി ജിക്ക് കൊടുക്കേണ്ടത് കൊടുത്തു എന്ന് പറയുന്നതിന്റെയും അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ എത്രയോ കേസുകൾ നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ വരുമ്പോഴും അതിൽ സ്ത്രീക്ക്
അതായത് സ്ത്രീയെ അപമാനിച്ചു എന്നുള്ള തരത്തിൽ മൊഴി കൊടുക്കുകയും പിന്നീട് ഈ മൊഴി മാറ്റി പറയുകയും ചെയ്ത എത്രയോ നടിമാരും അതുപോലുള്ളവരും ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ ചുറ്റുമുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കണ്ണു തുറന്നു തന്നെ കാണണം. അത് ഒരു ആൾ പറയുമ്പോൾ മാത്രം അത് സ്ത്രീവിരുദ്ധതയും അയാളെ അഴിക്കുള്ളിലാക്കുകയും ചെയ്യും എന്നുള്ള ശപഥമെടുക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നതും തെറ്റാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ കൂടി നമുക്ക് ശരിയാകും. നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇന്ന് പറഞ്ഞു വരുന്ന പല വാക്കുകളും പല കാര്യങ്ങളും ഒക്കെ സ്ത്രീവിരുദ്ധമായിട്ടുള്ളതാണ്. പരസ്പരം ഇതെല്ലാം പറഞ്ഞ് സംസാരിക്കുകയും ചിരിക്കുകയും കളിയാക്കലുകൾ നടത്തുകയും ചെയ്യുന്നവർ തന്നെയാണ് ഇതിനുള്ളിലുള്ളത്. അപ്പൊ അത് പരസ്പരം അറിയാവുന്നവർക്കിടയിൽ അങ്ങനെ ചെയ്തുകൂടെ എന്ന് പറയുന്നിടത്തും അത് മുഖത്തിട്ടടിക്കാത്തതിന്റെയാണ്. ഇരട്ടത്താപ്പ് പാടില്ല എന്ന് നമ്മൾ പറയും. ഒരാള് ഏത് രീതിയിലാണെങ്കിലും നമ്മളോട് സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. ശ്വേതാ മേനോനും രമേശ് പിഷാരടി MLA ഇന്നത്തെ MLA ആണല്ലോ, പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. വൈകിട്ട് എന്താ പരിപാടി എന്നുള്ള സംഭവമൊക്കെ. അന്ന് എന്തുകൊണ്ടാണ് രമേശ് പിഷാരടിയെ അറസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനം വെച്ചൊഴിയണമെന്നോ ആരും ആവശ്യപ്പെടാതിരുന്നത്? അങ്ങനെയെങ്കിലും അത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്ത്രീയുടെ എന്താ പറയാ, സ്ത്രീ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പലരുടെയും സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയ്ക്കെതിരെ പോലും എത്ര മോശമായിട്ടുള്ള കമന്റ്, അതിൽ കാണിക്കുന്ന സീനുകൾ അത്രയും വൾഗാരിറ്റി ഉള്ളതാണ്. ഒരു വുമണൈസറുടെ സിനിമ ചിത്രീകരിക്കുമ്പോൾ അതിന് വേണ്ടുന്ന അത്തരത്തിലുള്ള രംഗങ്ങൾ പച്ചയ്ക്ക് കാണിക്കുന്നത് പോലുള്ള പല രംഗങ്ങളും ഒക്കെ ഇവിടെ വരുമ്പോഴും അതൊന്നും സ്ത്രീവിരുദ്ധമല്ല. അതൊന്നും സ്ത്രീവിരുദ്ധമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവരുടെ ലക്ഷ്യം ഇതാണ് എന്ന് പറയുമ്പോൾ സാഹചര്യവശാൽ പോലും അത് പറയാൻ പാടില്ലായിരുന്നു TJ എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം. പക്ഷേ അത് പറയുമ്പോൾ ഇപ്പുറത്തുള്ളതും മോശമാണെന്ന് പറയാനുള്ള ആർജവം കൂടി വേണം. അതല്ലാതെ അവിടെയും ഇവിടെയും നിൽക്കുന്ന നല്ല നിലപാട് അത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.